ഇന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടാണ് കേട്ടോ അടുക്കളയിൽ കയറിയിരിക്കുന്നത്. ഈ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നട്ടലിന് ബെൽറ്റ് ഇട്ടിട്ട് എന്നെ വിളിച്ചുകൊണ്ട് വന്ന് ജോലി ചെയ്യിക്കുന്നതാണ് കേട്ടോ. ഞാൻ അങ്ങനെയൊന്നും വിളിച്ചതല്ല. ഞാൻ പറഞ്ഞ സവാളയൊന്ന് കട്ട് ചെയ്ത് തരുമെന്ന്. ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കൻ കറി വെക്കാനായിട്ട് സവാളയൊന്ന് കട്ട് ചെയ്ത് തരുമോ എന്ന് ചോദിച്ചപ്പോൾ വന്ന് കട്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞാണേ. അങ്ങനെ സവാള കട്ട് ചെയ്തിട്ട് അപ്പോൾ തന്നെ പുള്ളി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അതാണ്ട് ചിക്കൻ കറി വെക്കാനുള്ള ചിക്കനൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സവാള കട്ട് ചെയ്യാൻ എനിക്ക് എപ്പോഴും ഇക്കാടൊരു ഹെൽപ്പ് വേണം. കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ കട്ട് ചെയ്യാൻ അറിയത്തില്ല കേട്ടോ സ്പീഡിൽ. അതാകുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് പണി അങ്ങോട്ട് കഴിഞ്ഞ് കിട്ടുമല്ലോ. പിന്നെ അതിന് വേണ്ടി ടൈം കളയാനായിട്ട് നിൽക്കേണ്ട. പിന്നെ നല്ല ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. ഇത് പൂച്ചക്കുട്ടന്മാർക്കുള്ള കറിൽ വേവിച്ച് വെച്ചേക്കുവാണ് കേട്ടോ. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് ഞാൻ ഇന്ന് കുക്കറിലാണ് കേട്ടോ ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ലേ ചിക്കൻ കറി വെച്ചാൽ എപ്പോഴായാലും പാളിപ്പോവും. എങ്കിലും വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ വെക്കണം. പിന്നെ ദാണ്ട ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റി എടുക്കുന്നുണ്ട് കേട്ടോ. ആ ഉപ്പൊക്കെ ചേർത്തിട്ട് കുറച്ചധികം സവാള തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഒന്ന് വേണ്ടി വരുന്ന സമയം കൊണ്ട് തീ കുറച്ചിട്ടിട്ട് പിന്നെ പോയി ഇടയ്ക്കൊരു ജ്യൂസൊക്കെ അടിച്ച് കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, വാട്ടർമെലൺ. പിന്നെ അത് കഴിഞ്ഞിട്ട് വന്നിട്ടാണ് ഉള്ളിയൊക്കെ ഒന്ന് വാടി വന്നപ്പോഴത്തേനും മസാലയൊക്കെ ചേർത്ത് കൊടുത്ത് ചിക്കനും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അവിടെ കിടന്ന് വെന്തോളും. പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ടൊരു മാരിനേറ്റ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതങ്ങോട്ട് സെറ്റായിട്ട് എടുത്തിട്ട് ഫ്രൈ ചെയ്യുകയാണ് കേട്ടോ. ഇന്നാണെങ്കിൽ നല്ല ടേസ്റ്റി ചിക്കൻ ഫ്രൈ കിട്ടിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ് ചെയ്തേക്കണേ. ടാറ്റാ.